പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും ഈസ്റ്റർ നൽകുന്ന പ്രത്യാശയുടെ സന്തോഷം ആശംസിക്കുന്നു. ലോക ചരിത്രത്തിൽ ഏറ്റവും അത്ഭുതകരമായ ഒരു സംഭവത്തിൻ്റെ സ്മരണ കൊണ്ടാടുത്ത ദിവസമാണ് ഇന്ന്. മരിച്ചടക്കപ്പെട്ടവനായ യേശു കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മദിനം. ലോകത്തിന് മഹത്തായ പ്രത്യാശ നൽകിയ ദിവസം. നന്മയ്ക്ക് തിന്മയുടെ മേൽ അന്തിമമായ വിജയമുണ്ടെന്ന് പ്രഖ്യാപിച്ച ദിവസം. ആറ്റുവട്ടത്തിൻ്റെ 1-ാം നാൾ അധികാലത്ത് 3 സ്ത്രീകൾ യേശുവിനെ സുഗന്ധവർഗം പൂശേണ്ടതിന് കല്ലറയിലേക്ക് പോവുകയാണ്. അവരുടെ മുൻപിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. കല്ലർവാതുക്കൽ വെച്ചിട്ട് കല്ല് ഉരുട്ടി മാറ്റണം, എങ്കിൽ മാത്രമേ സുഗന്ധവർഗം പൂശുവാൻ കഴിയൂ. നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടിക്കളയും എന്നവർ തമ്മിൽ പറയുന്നുണ്ട്. മർക്കോസ് 16:3. അവർ കല്ലറയ്ക്കൽ വന്നപ്പോൾ കാണുന്നത് കല്ലുരുട്ടി മാറ്റിവെച്ചിരിക്കുന്നത്. സ്ത്രീകൾക്ക് കർത്താവിൻ്റെ ശരീരം കാണുന്നതിന് തടസ്സമായിരുന്ന കല്ല് നീക്കം ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുന്നതിന് തടസ്സമായി നമ്മിൽ ഉള്ള ചില കല്ലുകൾ നീക്കം ചെയ്യേണ്ടിയിരിക്കുന്നു. അവ എന്തൊക്കെയെന്ന് ഈ പ്രഭാതത്തിൽ ചിന്തിക്കാം. 1. നമ്മിലുള്ള അനീതിയുടെ കല്ലുകൾ നീക്കം ചെയ്യപ്പെടണം. യേശുവിൻ്റെ ക്രൂശീകരണമാണ് ലോകം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ അനീതി. ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പീലാത്തോസ് 3 വട്ടമാണ് പ്രസ്താവിച്ചത്. എന്നിട്ടും അവനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചത് അനീതിയല്ലേ? എന്നാൽ ഈ അനീതിയുടെ ശക്തിയെ യേശു തൻ്റെ പുനരുത്ഥാനത്താൽ തകർത്തു. യേശുവിൻ്റെ ഉയർപ്പ് അനീതിയുടെ മേലുള്ള ജയമായിരുന്നു. ലോകത്തിൽ ഇന്ന് അനീതിയും ചൂഷണവും നടമാടുകയാണ്. മനുഷ്യൻ ഇന്ന് അനീതി വെച്ചു പുലർത്തുന്നു. ഒരുപക്ഷേ ആ കൂട്ടത്തിൽ നാമും ഉൾപ്പെട്ടേക്കാം. അനീതിയുടെ കല്ലുകൾ നമ്മിലുണ്ടെങ്കിൽ അവ നീക്കം ചെയ്യാതെ ഉയർപ്പിൻ്റെ ശക്തി അനുഭവമാകില്ല. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അനീതിയുടെ മേൽ ജയം പ്രാപിച്ച കർത്താവേ, എന്നിൽ ഉള്ള എല്ലാ തിന്മശക്തിയെയും അവിടുത്തെ പുനരുത്ഥാന ശക്തിയാൽ നീക്കുകയും ഉയർപ്പിൻ്റെ സാക്ഷിയായി രൂപപ്പെടുത്തണമേ എന്ന്. 2. നമ്മിലുള്ള വിദ്വേഷത്തിൻ്റെ കല്ലുകൾ നീക്കം ചെയ്യപ്പെടണം. നന്മ ചെയ്തുകൊണ്ട് ബലഹീനർക്കും രോഗികൾക്കും അംഗഹീനർക്കും ആശ്വാസവും സൗഖ്യവും നൽകി ലോകത്തിന് അത്ഭുതകരമായ ശാന്തിയാണ് കർത്താവ് നൽകിയത്. കർത്താവിൻ്റെ ഈ പ്രവർത്തനത്തിനെതിരായി മത നേതാക്കന്മാർ വിദ്വേഷം ഇളക്കിവിട്ടു. ഈ വിദ്വേഷത്തിൻ്റെ പരിണിത ഫലമായിരുന്നു കർത്താവിൻ്റെ ക്രൂശീകരണം. യേശുവിനെ ക്രൂശിച്ചതിൽ കൂടി മത നേതാക്കന്മാർ തൽക്കാലം വിജയിച്ചു. അവരുടെ വിദ്വേഷത്തിന് നേരെയുള്ള യേശുവിൻ്റെ പ്രതികരണം ആയിരുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായ്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ കൂടി യേശു വിദ്വേഷത്തിൻ്റെ തടങ്കൽ പാറയെ തകർക്കുകയാണ് ചെയ്തത്. ഇന്ന് വിശ്വാസ സമൂഹം അനുഭവിക്കുന്ന പീഡനത്തിൻ്റെ മുഖ്യ കാരണവും ഈ വിദ്വേഷമല്ലേ? എബ്രായർ 12:15 ഈ അവസ്ഥയെ കയ്പിൻ്റെ വേര് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കയ്പിൻ്റെ വേര് മുളച്ചു വളർന്ന് കലക്കമുണ്ടാക്കുന്നു. ഇന്ന് സഭയിലും ഭവനത്തിലും കാണപ്പെടുന്ന എല്ലാ കലക്കങ്ങൾക്കും കാരണം നമ്മിൽ കുടികൊള്ളുന്ന കയ്പിൻ്റെ വേരായ വിദ്വേഷമാണ്. മറ്റുള്ളവരോടുള്ള വിദ്വേഷം നമ്മിൽ തണങ്കൽ പാറയായി കുടികൊള്ളുകയാണ്. നമ്മിലുള്ള വിദ്വേഷത്തിൻ്റെ വേരുകളെ നീക്കം ചെയ്യാത്തിടത്തോളം നാം കയ്പ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. നമ്മിലുള്ള കയ്പിൻ്റെ അനുഭവത്തെ നീക്കം ചെയ്യുന്നത് ഉയർപ്പിൻ്റെ ശക്തിയിൽ കൂടി മാത്രമാണ്. 3. നമ്മിലുള്ള നിരാശയുടെ കല്ലുകൾ നീക്കം ചെയ്യപ്പെടണം. തങ്ങളെ സ്നേഹിക്കുകയും തങ്ങൾ വിശ്വസിക്കുകയും ചെയ്ത യേശുവിൻ്റെ മരണം ശിഷ്യന്മാരെ നിരാശയിലേക്ക് നയിച്ചു.
അവരുടെ പഴയ വേലയായ മീൻപിടുത്തത്തിലേക്ക് അവർ മടങ്ങിപ്പോയി. എന്നാൽ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് കടൽക്കരയിൽ പ്രത്യക്ഷനായി അവർക്ക് പുതുജീവൻ നൽകി. അവരുടെ നിരാശ മാറി. തുടർന്ന് പൂർവാധികം ശക്തിയോടെ അവർ കർത്താവിന് വേണ്ടി അധ്വാനിച്ചു. അവർ ഭൂലോകത്തെ ഇളക്കി മറിക്കുന്നവരായി തീർന്നു. മഗ്ദലക്കാരത്തി മറിയ കല്ലറയിൽ യേശുവിനെ കാണാതായപ്പോൾ നിരാശയിലായി. നിരാശയോടെയുള്ള അവളുടെ ചോദ്യമാണ്, തോട്ടക്കാരാ, നീ എൻ്റെ യേശുവിനെ എടുത്തുവോ? ഈ സമയം മറിയയെ എന്ന് തൻ്റെ പുറകിൽ നിന്നുള്ള വിളി കേട്ട മറിയ യേശുവിൻ്റെ പുനരുത്ഥാനത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവൾ വിളിക്കുകയാണ് റെബൂനി എന്ന്. ഈ വിളി അവളുടെ നിരാശയെ മാറ്റി എന്ന് നാം മനസ്സിലാക്കണം. അതേ ഉയർത്തെഴുന്നേറ്റ കർത്താവിന് മാത്രമേ നമ്മുടെ നിരാശ മാറ്റുവാൻ കഴിയൂ. ഉയർപ്പിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കുന്നു. ഇന്ന് വിവിധ സാഹചര്യങ്ങളിൽ നാം നിരാശരിതല്ലേ? രോഗം, കഷ്ടത, സ്നേഹിച്ചവരിൽ നിന്നുള്ള വ്യക്തിത്വമായ അനുഭവം, സാമ്പത്തിക ബുദ്ധിമുട്ട്, മക്കളുടെ അനുസരണം കെട്ടുന്നടുപ്പ് ഒക്കെ നമ്മെ നിരാശയിൽ വീഴ്ത്തുന്നു. എന്നാൽ ഉയർപ്പിൻ്റെ ശക്തി നമ്മെ പ്രത്യാശയിലേക്ക് നടത്തുന്നു. കർത്താവേ, ഉയർപ്പിൻ്റെ അനുഭവമായ പുതുജീവൻ പ്രാപിച്ച് ഉയർപ്പിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ എന്നെയും ശക്തീകരിക്കണമേ. ആമേൻ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്താകയാ, ഇനി തെല്ലും ഭയമിന്നി മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ്